ഞങ്ങള് എപ്പ വിളിച്ചിരുത്തിയത് അതൊന്ന് പറഞ്ഞ ഞങ്ങളോട് എപ്പോഴാ വരാൻ പറഞ്ഞു ഞാൻ വരാന്നൊക്കെ പറഞ്ഞു ഞങ്ങളോട് 7:00 വരാൻ പറഞ്ഞിട്ട് എപ്പോഴെത്തി 11 മണിക്കോ 10:30 ബാക്കിയോ അല്ലല്ല 10 കറക്റ്റ് 10:34 എത്തിയത് 10:34 എത്തിയിട്ടില്ല 10:38 ആയിക്കോ ഏകദേശം അല്ല അങ്ങനെ തന്നെ കറക്റ്റ് ടൈം അങ്ങോട്ടേക്ക് പറഞ്ഞാൽ മനസ്സിലാവൂല എന്തൊക്കെ കഷ്ടപ്പാടുണ്ടാവും തട്ടും സെറ്റാക്കാൻ എത്ര മണിക്കൂർ എടുത്ത് അറിയാൻ നേരത്തെ നീക്കണേ ആണുങ്ങൾക്ക് എന്താ ബുദ്ധിമുട്ട് എന്ത് പിന്നെ സമയത്ത് ഞങ്ങളിവിടെ തൊള്ളിയും പോയിച്ചിക്ക എന്നിട്ട് അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളെന്തിനാ എന്റെ വീട്ടിലൊക്കെ പറഞ്ഞേച്ച് ഞാൻ വീട്ടിക്ക് പറഞ്ഞല്ല നിങ്ങൾ എന്നോട് വിളിച്ച് ചോദിച്ചു വീട് എന്റെ വീട് എവിടെയാന്ന് അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ വീടിന്റെ അഡ്രസ് പറഞ്ഞു കൊടുത്ത് ഞാൻ ഈ വീട്ടിലാണ് എഴുതിക്കണത് എന്നോട് അത് പറഞ്ഞില്ലല്ലോ നീ ഏടാന്ന് എന്നോട് ചോദിച്ചില്ല എന്നോട് പറഞ്ഞു വീട്ടിലുള്ള അഡ്രസ് പറഞ്ഞുതരാ ഞാൻ നിങ്ങളല്ല പറഞ്ഞത് ബീഫും പൊറാട്ടയും അതിന് ശേഷം ഞങ്ങൾ പോയി കുടിച്ചാണ് ഞങ്ങൾ 5:30 വീട്ടിൽ നിന്ന് ഇറങ്ങി എന്നിട്ട് ഇവിടെ 8 മണി 8:15 ഞങ്ങൾ ഇവിടെ എത്തിയിരുന്നു കണക്കൊരു ഉത്തരവാദിത്തമില്ല ഞാൻ ഒരു ഐഡിയ പറഞ്ഞുതരാം ഇനിയിപ്പോ ഞാൻ ഫുഡ് കഴിക്കാൻ പോകുമ്പോ നിങ്ങൾ രണ്ടാളും പോരിട്ടോ എന്നാ ആണോ എന്നാ എന്റെ കൂടെ ഫുഡ് കഴിക്കാൻ പോരി പിന്നെ മുട്ടമാല മുട്ടസിർക്ക പിന്നെ ഫലൂദ അങ്ങനെ എന്തൊക്കെ ഉണ്ട് കൊറേ ഐറ്റംസ് ഉണ്ട് വലിയ പരിപാടിയൊന്നുമില്ല ചിക്കൻ്റെ വീട്ടായിരിക്കാം ഞാനൊരു കാര്യം ചെയ്യാ ചെമ്പം കൊണ്ടുപോയി മുമ്പിൽ വെച്ചേരാ ഇഷ്ടം പോലെ ഏത് ഞങ്ങള് ഇതേമാതിരി കല്യാണത്തിനൊക്കെ പോകുമ്പോ ചോറ് ബാക്കിയൊക്കെ തരലുണ്ട് ആണോ ആൾക്കാര് കണ്ടറിഞ്ഞ തരലുണ്ട് ഞങ്ങളിങ്ങനെ അവിടെ ഇങ്ങനെ അടുക്കളന്റെ അവിടെ കിച്ചൺ അവിടെ ഇങ്ങനെ പോയി നോക്കുമ്പോളേ ഇങ്ങനെ ഒരു കവറിലാക്കിട്ടേ തരലുണ്ട് അപ്പൊ തരൂല അങ്ങനെ തരും സെറ്റ് കവറിലാക്കിട്ട് തന്നാ മതിയോ ചോറ് മാത്രമേ തരുള്ളൂ ചിക്കൻ പീസ് ഒക്കെ തരണോ ചിക്കൻ പീസൊന്നും ഞാൻ തരൂലേ അത് എനിക്ക് വേണ്ടേ അപ്പൊ അടുക്കള തന്നാ മതി ഞാൻ ഒരാഴ്ചത്തേക്ക് ചിക്കൻ പീസ് വാങ്ങിച്ചു വെക്കണോന്ന് വിചാരിച്ചു ചൂടാക്കി തന്നേക്കാരം ചൂടാക്കി അല്ല ചക്കൻ വന്ന് പോയി ചെക്കൻ വന്ന് പോകും ചക്ക ഇവിടെ വിരുന്നറക്കൂല വീട്ടുകാർക്കൊരു സ്നേഹമില്ല എന്നോട് എന്താ അങ്ങനെ പറഞ്ഞേ അങ്ങനൊന്നുമില്ല ഞാൻ വീട്ടിലെ ഏറ്റവും പാവം ഞാനാണ് ഞാൻ മാത്രം ഏറ്റവും കുറവ് സംസാരിക്കുന്നതും മനസ്സിലായി ഫോൺ വിളിച്ചാ 1 മണിക്കൂർ ഫോൺ വെക്കലുള്ളൂ അപ്പൊ നിങ്ങൾ ചരിത്രം ഫുള്ള് പറയാ ഞാൻ ഒരു കാര്യം പറയട്ടെ ഇല്ല ഞാൻ സംസാരിക്കാറ് എപ്പ വിളിച്ചുമ്പോഴും 1 മണിക്കൂർ മിനിമം അതിലുണ്ടാവും ഞാൻ എന്റെ ഡൗട്ടുകൾ ക്ലിയർ ചെയ്യുന്നില്ലേ ഓട്ടോമാറ്റിക് കാള് കട്ടാവണേലേ കട്ടാവും അല്ലല്ല ഞാൻ അപ്പൊ നിങ്ങളും സംസാരിക്കാറില്ലേ അപ്പൊ ഈ സംസാരിക്കുമ്പോ നമ്മള് സംസാരിക്കണം നമ്മള് മുണ്ടായിരുന്ന മോശല്ലേ ഇപ്പൊ അങ്ങനെ ആയില്ലേ ആയിക്കോട്ടെ എന്നോട് ചെറുക്കന്മാര് ചോദിച്ചിട്ടുണ്ട് ആരുടെ കുറുകണു സൊള്ളൂന്നൊക്കെ അപ്പൊ നമ്മളറിയും ബ്രൈഡാണ് ഡൗട്ട് ചോദിക്കാൻ വേണ്ടി വിളിക്കാണ് എൻക്വയറിക്കാണ് ഡൗട്ട് ചോദിക്കണ്ടേ ഇത് എന്താ ഡൗട്ടാള് എന്തൊക്കെയാ മാരക ഡൗട്ടാളാണ് എന്തൊക്കെയാണ് ഡൗട്ട് ഒക്കെ പറഞ്ഞാ എവിടെ ഇല്ലാത്ത ഡൗട്ടുകളാണ് അതൊക്കെ ഞാൻ ചോദിച്ചു പറയുന്ന പോലെ ഞാൻ മറന്നു എന്തൊക്കെയാ ചോദിച്ചു റെക്കോർഡുണ്ടാവും എല്ലാം സെറ്റാക്കി തരണം പിന്നെ പറഞ്ഞ ഒരു 30 വട്ടം പറയണ്ടാവും അങ്ങനൊക്കെ പറഞ്ഞോ അല്ലാ എനിക്ക് കല്യാണം കഴിക്കണ്ടേ കല്യാണം സെറ്റാക്കാം ഇറങ്ങി പോയാ പോലെ അപ്പൊ നിങ്ങളില്ലാതെ കല്യാണോ ക്യാമറ പെൻഡിങ്ങിലാണ് അല്ല വയനാട്ടിൽ നിന്ന് ആരൊക്കെ വരുന്നുണ്ട് എല്ലാരും വരുന്നുണ്ടോ വയനാട്ടിൽ നിന്ന് വീട്ടുകാരൊക്കെ വരും മറ്റപ്പോഴൊക്കെ വരുന്നുണ്ടോ അതെന്തായാലും വരും റൈസ് വരുന്നുണ്ടോ റുമിത്ത വരും റൈസ് വരും പോലീസ് മാമ വരുമോ
പോലീസ് മാമൻ ആരാ? ഓളപ്പ. റുമിത്താന്റെ ഉപ്പയാ? I don't know. അതെനിക്കറിയില്ല. റുമിത്താന്റെ അല്ല, അവര് ആപ്പാന്റെ ആപ്പുണ്ടല്ലോ ഒരു പോലീസ്, അറിയോ? പാപ്പ. ഓക്കെ ഓക്കെ, മനസ്സിലായി. കാലിക്കറ്റുള്ള ഇത് കൊണ്ടുപോ. അത് കൊണ്ടുപോവാ, ഇത് കൊണ്ടുപോലും നമ്മള്. അങ്ങനെ ഓഡിറ്റോറിയം എത്തി. ഓഡിറ്റോറിയം അപ്പോ ഈ ഇറങ്ങണ്ടപ്പോ സെറ്റ് ആക്കണം കേട്ടോ. എന്റെ എല്ലാ വീഡിയോയും കറക്റ്റ് ഇട്ടണം. എന്നെ കാണാൻ ഭംഗി ഉണ്ടാകണം, ഓനെ കാണാൻ ഭംഗി ഇല്ലെങ്കിൽ ശരി, എന്നെ കാണാൻ നല്ല ഭംഗി ഉണ്ടാകണം കേട്ടോ. ഇറങ്ങി തരൂ, പോയി തരൂ. ശരി, ഇപ്പൊ അങ്ങനെ ആയോ? ആഹാ, തുറക്ക്. സോറി, ഇങ്ങനെ ആയിരുന്നല്ലേ, ഞാൻ മറന്നുപോയി. അറിയില്ലേ? ക്യാമറ സാധനങ്ങളൊക്കെ എടുത്തോ? അല്ലല്ലോ, അയത്തുണ്ട്.